+1 ഫിസിക്സ് 2020 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക്. അങ്ങനെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് 3 മാർക്ക് ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ഹാസ് ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ? താഴെ പറയുന്നതിൽ ഏതിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ഉള്ളത്? അപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ ഉള്ളത് ന്യൂക്ലിയർ ഫോഴ്സിനാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിലുള്ള പരസ്പരമുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്, അതാണ് ഷോർട്ടസ്റ്റ് റേഞ്ചും അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. In the uniform circular motion, which of the following physical quantities does not remain constant? യൂണിഫോം സർക്കുലാർ മോഷനിൽ താഴെ പറയുന്ന ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കാത്തത്? ഇതിലേതാണെന്ന് ചോദിച്ചാൽ ലീനിയർ മൊമെൻ്റമാണ് ശരി ഉത്തരം. ബാക്കി സ്പീഡായാലും കൈനറ്റിക് എനർജി ആയാലും ആംഗുലാർ വെലോസിറ്റി ആയാലും കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. ലീനിയർ മൊമെൻ്റമാണ് ഇതിൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കിലോ വാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബെർണോളിസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ബെർണോളിസ് തിയറം പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, write Mayer's relation connecting specific heat capacity and universal gas constant. അപ്പോൾ മേയേഴ്സ് റിലേഷൻ പറയുന്നത് സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. സി പി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ, സി വി കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ 8 ചോദ്യങ്ങളുണ്ട്. 8 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം എഴുതിയാൽ 16 മാർക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 to 15 ക്യാരി 2 scores ഈച്ച്. ആൻസർ എനി 8 questions. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ Z if Z equal to a raised to 4 b raised to 1/3 divided by cd raised to 3/2. ഇതിൽ 2 ക്വസ്റ്റ്യനാണ്, എ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളതിൽ ആദ്യം എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നോക്കുന്നത്. റിലേറ്റീവ് എറർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ സെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് ഈക്വൽ ടു, ഇനി എയുടെ പവറിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക, 4 ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ പവർ 1/3 അല്ലേ, അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുക, 1/3 ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി പ്ലസ്, ഇനി ഡിനോമിനേറ്ററിലും ഇതേപോലെ എഴുതിയാൽ മതി, സി ആണ്. അപ്പോൾ ഡെൽറ്റ സി ഡിവൈഡ് ബൈ സി പ്ലസ് ഡിയുടെ പവർ ഡി റേസ് ടു 3/2, അതും 3/2 ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡി. ഇത്ര എഴുതിയാൽ നമുക്ക് 1 മാർക്കായി. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. ഒന്നാമത്തത് 0.042. ഇതിൽ 0.0 ഇതിന് രണ്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഈ ഫസ്റ്റിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 എണ്ണമാണ് വരിക, 4ഉം 2ഉം. രണ്ടാമത്തതിൽ 42.000 ഡെസിമലിന് ശേഷമുള്ള ഈ ഡെസിമലിന് ശേഷം എന്താണ്, കോൺസ്റ്റൻ്റ് വിലകളില്ല. അപ്പോൾ ആ എല്ലാ വിലകളും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. 42.000 സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തതിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5. ഒന്നാമത്തതിൽ 0.042, 0ക്ക് ശേഷം 2 കോൺസ്റ്റൻറ്റ് വിലകൾ വരുന്നുണ്ട്, 4ഉം 2ഉം ഉണ്ട്. അതുകൊണ്ട് ഈ 0ക്ക് വിലയില്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ആദ്യത്തെ കേസിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, രണ്ടാമത്തെ കേസിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതിൽ തന്നെ ഏഴാമത്തെ ചോദ്യം നോക്കിയാൽ ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ദ സ്പീഡ് ടൈം ഗ്രാഫ് ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ ഫിക്സ്ഡ് ഡയറക്ഷൻ ഈസ്
shown in figure. Shown in figure below. Calculate the distance traveled by the particle between t equal to 0 to t equal to 10 seconds. അപ്പോൾ നമുക്കറിയാം ഒരു സ്പീഡ് ടൈം ഗ്രാഫിൽ നമുക്ക് എന്താ കണ്ടത്? സ്പീഡ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ വെലോസിറ്റി ആ സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഭാഗം സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫ്. അപ്പോൾ സ്പീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമുമാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതെന്താണ്? ഒരു ട്രയാങ്കിൾ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച്, ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 0 മുതൽ ബി വരെയുള്ള ലെങ്ത്ത് എത്രയാണ്? 10. അതാണ് എക്സ് ആക്സിലെ ടൈം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആക്കി എടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 12, വൈ ആക്സിസിലെ വെലോസിറ്റി 12, അതാണ് നമ്മൾ ഹൈറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 60 മീറ്റർ ആണ്. എട്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് directly proportional to the normal reaction n. അപ്പോൾ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് എൻ. ഇതാണ് അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. വൈ? എന്തുകൊണ്ടായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവാകുന്നത്? തെന്നി നീങ്ങുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റോൾ ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ. അത് ഈ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളിലും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വൈ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ, റീസൺ ഫോർ ദിസ് ഫ്രിക്ഷൻ ഈസ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ റിലേറ്റീവ് മോഷൻ. വെൻ ബോഡി റോൾസ്, വസ്തു ഉരുളുമ്പോൾ, ദ മോളിക്യൂൾസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ടു സർഫസസ് ഈസ് വെരി ലെസ്. വസ്തു ഉരുളുന്ന സമയത്ത് ഈ കോണ്ടാക്ട് ഓരോ ടൈമിലും ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ ആകുമ്പോൾ അങ്ങനെയല്ല, ഒരേ ഭാഗം തന്നെയാണ് എപ്പോഴും ആ സ്ലൈഡ് ചെയ്യുന്ന സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒൻപതാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ് ഈസ് കാൾഡ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്കാവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രീസിങ്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലാറ്റൻറ്റ് ഹീറ്റ്. എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ്? അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ലിക്വിഡ് സോളിഡ് ആവുന്നത് ഒന്നുമില്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഫ്രീസിങ് ആണ്. രണ്ടാമത്തത് എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ് എന്നാണ് ചോദ്യം. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ബൈ എ സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനർജി റിലീസ് ചെയ്യാം, ചിലപ്പോൾ എനർജി അബ്സോർബ് ചെയ്യാം. അതെത്ര? അതാണ് എങ്ങനെയാണെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക Q ഈക്വൽ ടു L ഇൻറ്റു M. അതിലെ തന്നെ പത്താമത്തെ ചോദ്യം, ദ ആർ എം എസ് വെലോസിറ്റി. ആർ എം എസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഈസ്. ഇതിൽ ഓപ്ഷൻ സെക്കൻഡ് ആണ് ശരി ഉത്തരം. U ഈക്വൽ ടു
3RT ഡിവൈഡഡ് ബൈ എം. അങ്ങനെയാണെങ്കിൽ അതിലെ ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്സിജൻ്റെ മോളാർ മാസ് തന്നിട്ടുണ്ട് 32 ഗ്രാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R തന്നിട്ടുണ്ട്, R = 8.31 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. ഇനി ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ ആൻസർ കണ്ടെത്താൻ ആൾറെഡി നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, 3RT ഡിവൈഡ് ബൈ എം. ഇതിൽ 3 × R 8.31, R കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കെൽവിനിൽ ആക്കിക്കഴിഞ്ഞാൽ 373 വരും. ക്വസ്റ്റ്യനിൽ തന്ന ടെമ്പറേച്ചർ എത്രയായിരുന്നു? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ നമ്മൾ +100 + 273 ചെയ്താൽ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ 373 കിട്ടി. ഡിവൈഡഡ് ബൈ മോളാർ മാസ് 32 ആണ്. ഏതിലാണ് തന്നിട്ടുള്ളത്? 32 ഗ്രാം ആണ്. അതിന് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ 32 ഡിവൈഡഡ് ബൈ 1000 അല്ലെങ്കിൽ 32 ഡിവൈഡഡ് ബൈ 32 × 10⁻³ ഇതെല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 5.39 × 10⁻² മീറ്റർ/സെക്കൻഡ്. 11ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അതിലെ ബി ക്വസ്റ്റ്യൻ, ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് ഡിക്രീസിംഗ് സ്പീഡ്, how its angular momentum changes. അപ്പോൾ ആദ്യം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. ആൻസർ, വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ ബോഡി, ദ നെറ്റ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്. വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ ദ ബോഡി, ദ നെറ്റ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ ചോദ്യം, if a particle moves in circular path with decreasing speed, how its angular momentum changes. അപ്പോൾ അതിൻ്റെ ആൻസറാണ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്താൽ ആംഗുലാർ മൊമെൻറ്റം ഡിക്രീസ് ചെയ്യും. 12ാമത്തെ ചോദ്യം, കൺസിഡർ എ സ്പ്രിംഗ് അപ്ലൈഡ് വിത്ത് എ ഫോഴ്സ് വിതിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എ, ഡ്രോ ദ വേരിയേഷൻ ഓഫ് restoring force F with displacement x from the mean position. B question, what does the area of the graph represent? നമുക്ക് ഏരിയ കാണാം. നമ്മളിതിൽ y ആക്സിസിൽ റിസ്റ്റോറിങ് ഫോഴ്സും എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റുമാണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്തോറും റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഗ്രാഫ് ഉള്ളത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഏരിയ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്? ഈ ഗ്രാഫിൻ്റെ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വർക്ക് ഡണിനെയാണ്. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി. ദ ഏരിയ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. 13ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് thermodynamics. B question, an electric heater supplies heat to a system at a rate of 100 joule per second. If the system performs work at a rate of 75 joule per second, calculate the internal energy increased. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്, the energy supplied to the system goes in partly to increase the internal energy of the system and rest in work on the environment. Delta Q equal to delta U plus delta W.
ഡെൽറ്റ യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ എൻവയൺമെൻറ്റ്. ഇനി അതിലെ ബി ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ബി ചോദ്യത്തിൽ നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ്ഡ്, അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെൽറ്റ യു ആണ് കാണേണ്ടത്. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ, നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്ത എനർജി, മൈനസ് ഡെൽറ്റ ഡബ്ല്യു, സിസ്റ്റം എൻവയോൺമെൻറ്റിലേക്ക് ടോട്ടൽ എനർജിയിൽ നിന്നും സിസ്റ്റം എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനെടുത്ത എനർജി മൈനസ് ചെയ്താൽ നമുക്ക് ഇൻറ്റേർണൽ എനർജിയിലുണ്ടായ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഹീറ്റർ വഴി ആ സിസ്റ്റത്തിലേക്ക് കൊടുത്ത എനർജി 100 ജൂളാണ്, മൈനസ് ആ സിസ്റ്റം വർക്ക് ഡൺ ചെയ്തത് 75 ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 100 മൈനസ് 75 24 ആണ് ആ സിസ്റ്റം ടോട്ടൽ ചെയ്ത വർക്ക് ഡൺ, 25 ജൂൾ പെർ സെക്കൻഡ്. ഇനി 14ാമത്തെ ചോദ്യം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ. ഒന്നാമത്തെ ചോദ്യം. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി? സെക്കൻഡ് ക്വസ്റ്റ്യൻ. അറ്റ് വിച്ച് പോയിന്റ് ഈസ് ഇറ്റ്സ് സ്പീഡ് ഹാഫ് ദ മാക്സിമം സ്പീഡ്? മാക്സിമം സ്പീഡിൻ്റെ പകുതിയാകുന്നത് ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ്? ഇനി അതിൻ്റെ ഉത്തരം നോക്കാം. അതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഹാഫ് എം ഒമേഗകളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ, ഹാഫ് എം ഒമേഗ സ്ക്വയറിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു എക്സ് സ്ക്വയർ, അതിൻ്റെ അടുത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സ് മൈനസ് എക്സ് സ്ക്വയറിന് കൂടുന്ന എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ കിട്ടും, ഈക്വൽ ടു എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2. അങ്ങനെയല്ലേ എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? എ ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എക്സ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എ ഡിവൈഡ് ബൈ റൂട്ട് 2 ആവുമ്പോഴാണ് കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അറ്റ് വിച്ച് പോയിന്റ് ഈസ് ഇറ്റ് സ്പീഡ് ഹാഫ് ദ മാക്സിമം സ്പീഡ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുമ്പോൾ, മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. വി മാക്സിമത്തിൻ്റെ ഇക്വേഷൻ ഒമേഗ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു വി മാക്സിമത്തിന് പകരം ഒമേഗ എ ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് സ്ക്വയറിനെ ഇവിടെ നിർത്തി എ സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ മൈനസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ത് വരും? എ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ വരും. കാരണം ഈ റൂട്ടിനെ കളയാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മളാണ്ട് സ്ക്വയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഡിവൈഡ് ബൈ 4. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 അല്ലേ? ഡിനോമിനേറ്ററുകളെ ഈക്വൽ ആക്കിയാലേ ന്യൂമറേറ്ററുകളെ കൂട്ടാനും കുറക്കാനും പറ്റൂ. അപ്പോൾ എ സ്ക്വയറിന് എന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 കിട്ടും. 4a സ്ക്വയറിന് ഒരു എ സ്ക്വയർ പോയാൽ 3a സ്ക്വയർ 3/4 എ സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ആണ്
3/4a² എങ്കിൽ എക്സ് എന്താ വരിക? പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് √3 /2. 15ാമത്തെ ചോദ്യം, ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് heat energy into mechanical energy. Question 1. Name the process in a Carnot cycle. Question B. Can you design an engine of 100% efficiency? Justify your answer. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം. നെയിം ദ പ്രോസസ്സസ് ഇൻ എ കാർനോട്ട് സൈക്കിൾ. ഒരു കാർനോട്ട് സൈക്കിളിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ. അടുത്ത ചോദ്യം, ക്യാൻ യു ഡിസൈൻ ആൻ എൻജിൻ ഓഫ് 100% എഫിഷ്യൻസി? 100% എഫിഷ്യൻസിയിൽ നമുക്കൊരു എൻജിൻ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ കാർനോട്ട് എൻജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് കൊടുക്കുന്ന ഇൻപുട്ട് എനർജി അത് മുഴുവനായിട്ടും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയാണ്. 0% ആയിരിക്കും വേസ്റ്റേജ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എൻജിൻ നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. ഒട്ടും എനർജി വേസ്റ്റ് ആവാതെ ഫുള്ള് ഔട്ട്പുട്ടായി കിട്ടുന്ന ഒരു എൻജിനില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഈറ്റ ഈക്വൽ ടു 1 - T2 - T1. ഇവിടെ T2 എന്ന് പറയുന്നത് വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. T1 എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന എനർജി, വാങ്ങുന്ന എനർജിയിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ടിനായിട്ട് ഉപയോഗിക്കുന്ന എനർജി. T2 എന്ന് പറയുന്നതോ വേസ്റ്റായി പോകുന്ന എനർജി. അപ്പോൾ ഇഫ് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1, then T2 equal to 0 or T1 equal to infinity. Both of them are not possible. അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു എൻജിൻ എന്താണ്? സങ്കല്പത്തിൽ മാത്രമാണ്. അപ്പോൾ വി cannot design an engine of 100% efficiency. ഇതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ.